വെൽക്കം ടു യശോദ ഹൈജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡേ 3 ടൈം ടേബിളാണ്. പഠിക്കാനുള്ള മെറ്റീരിയൽസും ടൈം ടേബിളും ഒക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത്, യശോദ ഹൈജു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിത് നോക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ കഴിഞ്ഞ ദിവസം നമ്മൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുമാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 ഭാഗങ്ങൾ കൂടി നോക്കാം. ഒന്ന് യൂണിറ്റ്സുകളും പിന്നെ രണ്ടാമത്തേത് ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഈ 2 ടോപ്പിക്സാണ് ഇതിനകത്ത് അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കുറച്ച് യൂണിറ്റ്സ് ഒക്കെ നോക്കി വെച്ചോളൂ. ഇപ്പം മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സിമ്പിൾ എന്താണ്, MIN എന്നല്ല എഴുതുന്നത്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 3600 സെക്കൻഡാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് ഫുള്ള്, അതായത് നമ്മൾ സ്ഥിരം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ടണ്ണ്, ക്യാരറ്റ്, ബാർ, ക്യൂറി, റോൺജൻ, ക്വിൻ്റൽ, ബാൺ, ആർ, ഹെക്ടർ, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഇത്രയാണ് കുറച്ച് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്, പുതുതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു യൂണിറ്റ്സും സിമ്പിൾസും നോക്കി വയ്ക്കുക, പിന്നെ അതിൻ്റെ വാല്യൂസ് കൂടെ നോക്കി വയ്ക്കുക. ഇതിൽ ഈ ബാൺ എന്ന് പറയുന്നത്, ഒരു ബാൺ എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ ബിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. 100 ഫെംറ്റോമീറ്റർ സ്ക്വയർ ആണ് 1 ബാൺ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 10⁻⁻28 മീറ്റർ സ്ക്വയർ. ഇത് പ്രീവിയസ്ലി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, PSC ചോദിച്ച ഒരു PYQ ആണ്. ഒരു ബാൺ എത്ര മീറ്റർ എന്നായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ലാർജ് ഡിസ്റ്റൻസിൻ്റെയൊക്കെ മെഷർമെൻറ്റ് അതിന് യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ ഈ ലാർജ് ഡിസ്റ്റൻസസ് സച്ച് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ് ഓർ എ സ്റ്റാർ ഫ്രം ദി എർത്ത് കനോട്ട് ബി മെഷേർഡ് ഡയറക്ട്ലി വിത്ത് എ മീറ്റർ സ്കെയിൽ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഇൻ സച്ച് കേസസ് ഈസ് ദി പാരലാക്സ് മെത്തേഡ്. നമ്മൾ ഗ്രഹങ്ങളുടെ ദൂരവും അതുപോലെ നക്ഷത്രങ്ങളുടെ ദൂരമൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ട, അതൊക്കെ വലിയ ഡിസ്റ്റൻസ് അല്ലേ, ലാർജ് ഡിസ്റ്റൻസസ് ആണ്. അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പാരലാക്സ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചുമരിൽ നോക്കുക, ചുമരിൽ ഒരു എന്തെങ്കിലും ഒരു കളറിലുള്ളൊരു ഡോട്ട്, ഒരു റെഡ് കളറിലെ ഡോട്ട് ഇരിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ആ ഡോട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടത് കണ്ണ് അടച്ചു പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വലത് കയ്യിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെന്നും കൂടി വെച്ചു, പെന്നിനെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലോട്ടായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ആ പെന്നും നോക്കുന്നുണ്ട്, അതിൻ്റെ പുറകിലുള്ള ഡോട്ടും ഇപ്പോൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇടത് കണ്ണ് തുറന്നിട്ട് വലത് കണ്ണ് അടയ്ക്കുക. അപ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെന്ന് അങ്ങോട്ട് നീങ്ങിയതായിട്ട് കാണാൻ പറ്റും അല്ലേ, കുറച്ച് വലത്തോട്ടൊന്ന് നീങ്ങിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫിനോമിനനാണ് പാരലാക്സ് എന്ന് പറയുന്നത്. പിന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് ഓഫ് ഒബ്സർവേഷൻ ഈസ് കോൾഡ് ബേസിസ്. നമ്മൾ ഒബ്സർവ് ചെയ്ത ആ 2 പോയിന്റ്സിൻ്റെയും 2 പോയിന്റ്സ് ഓഫ് ഒബ്സർവേഷൻ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിനാണ് ബേസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്. ആ ആംഗിളിൻ്റെ പേരാണ് പാരലാക്സ് ആംഗിൾ അല്ലെങ്കിൽ പാരലാക്റ്റിക് ആംഗിൾ. അപ്പോൾ ഇത്രയുമാണ് പാരലാക്സ് മെത്തേഡിനകത്ത് വരുന്ന നമ്മൾ ഈ 1 വേർഡ് പോലെ വരുന്ന പോയിന്റ്സ്. പിന്നെ ഇതിൽ പാരലാക്സ് മെത്തേഡ് വെച്ചിട്ടുള്ള കണക്ക് നമുക്കിപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള അത്രയും നമുക്ക് വരുന്നില്ല, ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ നമുക്ക് അതിലോട്ട് പോകണ്ട. മാക്സിമം ഇതുപോലെ പാരലാക്സ് മെത്തേഡ് എന്താണ്, അതിൽ വരുന്ന ടേംസ് ഇത്രയൊക്കെ തന്നെയാണ് നോക്കേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്ക് ഇതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കുറച്ച് ലെങ്ത്തുകളുടെ റേഞ്ചസ് ഒന്ന് നോക്കി വയ്ക്കുക. ഒരു ഫെർമി എന്ന് പറയുന്നത് ഒരു ഫെർമിയാണ് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എഫ് ആണ്. നേരത്തെ ഫെംറ്റോമീറ്റർ സ്മോൾ എഫും എമ്മും ആണ് ചേർത്ത് എഴുതിയത് അല്ലേ. ഇത് 1 ഫെർമി വിച്ച് ഇസ് ഈക്വൽ ടു 10⁻⁻15 മീറ്റർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇത്രയും പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളതാണ്. സോ 1 ഫെർമി ഈസ് ഈക്വൽ ടു 10⁻⁻15 മീറ്റർ. 1 ആങ്സ്ട്രം ഈസ് ഈക്വൽ ടു, ഡിനോട്ട് ചെയ്യുന്നത് കണ്ടോ, 1 A ഇട്ടിട്ട് മുകളിലൊരു ഡിഗ്രി, which is equal to 10⁻10 meter. 1 astronomical unit is equal to 1
അതിനെ എഴുതുന്നത് AU എന്നാണ് എഴുതുന്നത്. 1 AU ഈസ് ഈക്വൽ ടു 1.496 ഇൻറ്റു 10⁻11 മീറ്റർ. ഈ ഒരു വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1.496 ഇൻറ്റു 10⁻11 മീറ്റർ. അതുപോലെ ഇത് എന്താണെന്ന് നോക്കുക. ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദി സൺ ഫ്രം ദി എർത്ത്. ഓക്കെ, എർത്തിൽ നിന്നുള്ള എർത്തിൽ നിന്ന് സണ്ണിലോട്ടുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് 1 ലൈറ്റ് ഇയർ എഴുതുന്നത് LY എന്നാണ് എഴുതുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. എന്താണ് ലൈറ്റ് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് വിത്ത് വെലോസിറ്റി ഓഫ് 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 ഇയർ. ഒരു വർഷത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡിലുള്ള വെലോസിറ്റിയിലുള്ള ലൈറ്റിൻ്റെ ഒരു വർഷത്തെ ട്രാവൽ ചെയ്യുന്ന ആ ദൂരമാണ് എത്ര? 3 ഇൻറ്റു ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. അടുത്തത് 1 പാർസെക്. 1 പാർസെക് ഇസ് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റർ. ഇതൊരു PYQ ആണ്. 1 പാർസെക് എന്ന് പറയുന്നത് PYQ ആണ്. പാർസെക് എന്താണെന്നായിരുന്നു ചോദിച്ചത്. പാർസെക് ഈസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആവറേജ് റേഡിയസ് ഓഫ് എർത്ത് ഓർബിറ്റ് സബ്ടെൻസ് ആൻഡ് ആംഗിൾ ഓഫ് 1 ആർക്ക് സെക്കൻഡ്. അടുത്തത് ഇനി മെഷർമെൻറ്റ് ഓഫ് മാസ് ആണ്. SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണല്ലോ. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കിലോഗ്രാം വെച്ചിട്ടാണ്. ഇനി നമ്മൾ അതൊക്കെ എന്താണ് കുറച്ച് വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ അളക്കുന്നതിനാണ്, അതിൻ്റെ ഭാരം അളക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ മാസ് അളക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കിലോഗ്രാം യൂസ് ചെയ്യുന്നത്. എന്നാൽ ആറ്റംസ്, മോളിക്യൂൾസ്, ഇതുപോലുള്ള ചെറിയ പാർട്ടിക്കിൾസ് ഇല്ലേ, ആറ്റംസ്, മോളിക്യൂൾസ്, അതിനെയൊന്നും നമ്മൾ കിലോഗ്രാമിലല്ല അളക്കുന്നത്. അതിനെ അളക്കുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്, സ്മോൾ u. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് U. ഈ 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് 1U is equal to 1/12 of the mass of an atom of carbon-12 isotope C612 including the mass of electrons. ഒരു യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് കാർബൺ 12ൻ്റെ ഐസോട്ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മാസിൻ്റെ 1/12 ഭാഗമാണ്. 1/12 ഓഫ് ദി മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് carbon-12 ഐസോട്ടോപ്പ് C612. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് ഈ റേഞ്ച് ഓഫ് മാസ് ഇതൊന്നും അധികം അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല. എന്തെങ്കിലും നമുക്കിപ്പോൾ സിലബസ് വരുമ്പോൾ കുറച്ച് ഊന്നൽ കൊടുത്ത് വച്ചിരിക്കുക, അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം. തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി മെഷർമെൻറ്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അറ്റോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പീരിയോഡിക് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സീഷ്യം ആറ്റം. ഒരു സീഷ്യം ആറ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പീരിയോഡിക് വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അറ്റോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ടൈം വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ സീഷ്യം ക്ലോക്ക് എന്നും അറ്റോമിക് ക്ലോക്ക് എന്നൊക്കെ പറയും. വൈബ്രേഷൻസിൻ്റെ നമ്പർ 9192631770 വൈബ്രേഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ സീഷ്യം 133 ആറ്റമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അറ്റോമിക് ക്ലോക്ക് എന്തിൻ്റെ വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ്? സീഷ്യം 133 ആറ്റത്തിൻ്റെ ബേസിൽ. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആക്യുറസി, പ്രിസിഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് ആക്യുറസിയിലെയും പ്രിസിഷനിലെയും. അപ്പോൾ അതിന് മുന്നേ ഒരു എറർ എന്ന് പറയുന്നത് പറയാം. അതായത് നമ്മൾ എന്ത് മെഷർമെൻറ്റ് എന്ത് അളക്കുന്നെങ്കിലും അവിടെ നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എന്തെങ്കിലും ഒരു അൺസർട്ടൈനിറ്റി ഉണ്ടാവും അല്ലേ, എന്തെങ്കിലുമൊക്കെ അൺസർട്ടനിറ്റി ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ എറർ എന്ന് പറയുന്നത് അല്ലേ. ആക്ച്വൽ റിസൾട്ടുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്തതുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് എററൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ പഠിക്കാനുണ്ട്, പക്ഷെ നമുക്കത് PSCയുടെ ക്വസ്റ്റ്യനിൽ അധികം വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എറർ എന്താണ് എന്നുള്ളത് മാത്രം ജസ്റ്റ് നോക്കാം. പക്ഷേ ഈ ആക്യുറസി, പ്രിസിഷൻ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയയാണ്, ആക്യുറസിയും പ്രിസിഷനും. ഓക്കെ, ആക്യുറസി എന്ന് പറയുന്നത് എന്താണ്? ദ ആക്യുറസി ഓഫ് എ മെഷർമെൻറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദി ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിയുടെ ട്രൂ വാല്യൂവിനോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു നമ്മുടെ മെഷേർഡ് വാല്യൂ എന്നുള്ളതാണ് ആക്യുറസി ഡിനോട്ട് ചെയ്യുന്നത്. എന്നാൽ പ്രിസിഷൻ ആണെങ്കിലോ, precision tells us to what resolution or limit the quantity is measured.
ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്തത് എത്രത്തോളം റെസൊല്യൂഷനിലാണ്, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ആ ഒരു എന്താണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് കാണുമല്ലോ, അതെത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രിസിഷനിൽ പറയുന്നത്. നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം. നമ്മളിപ്പോൾ ഒരു ലെങ്ത് നമ്മൾ പറയുന്നത് 3.678 സെൻറ്റിമീറ്റർ ആണ് ഒരു ലെങ്ത് എന്ന് വെച്ചോ. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ വാല്യൂ, ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 3.678. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഒരാൾ മെഷർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മെഷർ ചെയ്തപ്പോൾ 3.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. വേറൊരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ മെഷർ ചെയ്തപ്പോഴത്തേക്കും 3.38 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള വാല്യൂ എത്രയാണ്? 3.678. ഇൻസ്ട്രുമെൻറ്റ് 1 യൂസ് ചെയ്തപ്പോൾ 3.5ഉം ഇൻസ്ട്രുമെൻറ്റ് 2 യൂസ് ചെയ്തപ്പോഴത്തേക്കും 3.3യും കിട്ടി. ഓക്കെ, 3.38 കിട്ടി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്യുറസി ഏത് വാല്യൂ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മുടെ ആക്ച്വൽ വാല്യൂവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ ഏതെന്ന് നോക്കാം. ഇവിടെ 3.6, ഇവിടെ കിട്ടിയ 3.5. 3.5ഉം 3.6ഉം വലിയ കുഴപ്പമില്ലല്ലേ, ഏകദേശം അടുത്തടുത്തുള്ള വാല്യൂസ് തന്നെയാണ്. പക്ഷേ 3.3 എന്ന് പറയുമ്പോൾ എത്രയാണ്? കുറച്ചും കൂടി നീങ്ങിപ്പോയ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ 3.5 എന്ന് പറയാം. മനസ്സിലായല്ല ആക്യുറസി. ഇനി പ്രിസിഷൻ്റെ കാര്യം പറയാണ്. നമ്മളിപ്പോൾ മെഷർ ചെയ്ത രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലേ, ആദ്യത്തെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 0.1 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെഷറിംഗ് ഡിവൈസിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? ആദ്യത്തെ മെഷറിംഗ് ഡിവൈസ് വെച്ചിട്ട് നമുക്കിപ്പോൾ ഏറ്റവും അതിൻ്റെ ഒരു ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ തൊട്ടായിരിക്കും അത് അളക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ മെഷറിംഗ് ഡിവൈസിന് 0.01 സെൻറ്റിമീറ്റർ പോലും അളക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും പ്രിസൈസ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രിസിഷനും അതുപോലെ ആക്യുറസിയും. അപ്പോൾ ഒന്നാമത്തെ ഇൻസ്ട്രുമെൻറ്റിന് പ്രിസിഷൻ കുറവാണ്, പക്ഷേ ആക്യുറസി കൂടുതലാണ്. രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റിന് പ്രിസിഷൻ കൂടുതലാണ്, ആക്യുറസി കുറവാണ്. ഓക്കെ, ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് കണ്ടോ, ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ്, റാൻഡം എറേഴ്സൊക്കെ എററുകളുടെ പലതരത്തിലാണ്, അതിൻ്റെ ടൈപ്സാണ്. പക്ഷേ ഇതിൽ നിന്ന് അധികം ചോദ്യം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഭാഗം അങ്ങോട്ട് ഈ തൽക്കാലത്തേക്ക് ഒഴിവാക്കാം. ബാക്കി സിലബസ് വന്നിട്ട് നോക്കാം. അതിൽ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും പഠിക്കാം. ഈസി തന്നെയാണ്, നമ്മൾ അപ്പം നോക്കിയാലും മതി. ഓക്കെ, ഇനി നമ്മൾ പോവുകയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്താണ്? ഡയമെൻഷണൽ ഫോർമുലയിലോട്ട് പോവുകയാണ്. ഡയമെൻഷൻ ഇക്വേഷനും ഡയമെൻഷണൽ ഫോർമുലയിലോട്ട് പോവാം. ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനമിക് ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. കണ്ടോ? ഇതെല്ലാത്തിനെയും നമുക്ക് ഓരോ ലെറ്റർ വെച്ചിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന ലെങ്തിന് നമ്മൾ ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. അടുത്ത മാസ് ആണെങ്കിൽ ക്യാപിറ്റൽ എം കൊടുത്തിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കും. ടൈം ആണെങ്കിൽ ടി കൊടുത്ത് ബ്രാക്കറ്റ് ഇടും. ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ ആംപിയർ അല്ലെ യൂണിറ്റ്, സോ എ വെച്ചിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കും. ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ, പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി CD എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇടുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മോൾ എഴുതിയിട്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു. സോ നമ്മളിങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ്റെ പല ഡയമെൻഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്? സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ റെപ്രസെൻറ്റേഷന് പറയുന്നതാണ് നമ്മുടെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഈ ഡയമെൻഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ഫോർമുല ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് ഡയമെൻഷണൽ ഫോർമുല. നമ്മൾ എടുത്ത ഒരു ക്വാണ്ടിറ്റിയുമായിട്ട് ഈ ഡയമെൻഷൻസ് വെച്ച് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയും. Okay, the dimensions of a physical quantity are the powers or exponents to which the base quantities are raised to represent that quantity. Note that using the square brackets round a quantity means that we are dealing with the dimensions of the quantity. നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. നമുക്ക് ഡയമെൻഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് ഡെഫിനിഷനിൽ ഇങ്ങനെ കൂടുതലും നമുക്ക് വരുന്നത് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ
എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എം എ അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിൻ്റെ ഈ ഒരു ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാസ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെയാണ്? മാസിന് എം, ലെങ്ത്, ഡിസ്റ്റൻസിന് എൽ, ടൈമിന് ടി. ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഈ മൂന്ന് ഡയമെൻഷൻസുമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ മാസിന് നമ്മൾ ക്യാപിറ്റൽ എം എന്ന് കൊടുത്തു, ഡയമെൻഷൻ അല്ലേ വേണ്ടത്. സോ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എം ഇട്ടു. ഇനി നമുക്ക് ആക്സിലറേഷൻ ആണ് വേണ്ടത് അല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ഡിവൈഡഡ് ബൈ ഒരു ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ടൈം അല്ലേ? സോ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ഇൻറ്റു ഈ ടീനെ നമുക്ക് ഗുണിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ? സോ ഡി ബൈ ടി സ്ക്വയർ അല്ലേ? ഡി ബൈ ടി സ്ക്വയർ. ഡി എന്ന് വെച്ചാൽ എത്ര? നമ്മൾ ഡയമെൻഷൻ വൈസ് പറയുകയാണെങ്കിൽ എല്ലും ഈ ടി എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ടിയിലോട്ടാണ് ടൈമിനെ നമ്മൾ കാണിക്കുന്നത്. ടി സ്ക്വയർ ആണ്. ഈ ടി സ്ക്വയർ നേരെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്തോന്നാവും? ടി റൈസ് ടു മൈനസ് 2 ആവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ആക്സിലറേഷൻ്റെ ഫോർമുല എന്തോന്നാണ്? എൽ ടി റൈസ് ടു മൈനസ് 2 എഴുതുകയാണ്. എൽ ടി റൈസ് ടു മൈനസ് 2. സോ നമുക്കിതിനെ മൊത്തത്തിൽ എഴുതാം. എം എൽ ടി റൈസ് ടു മൈനസ് 2 മൊത്തത്തിലൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടപ്പോൾ എന്തായി? നമുക്ക് ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് കിട്ടി. ഓക്കെ, ദ ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ് ആർ എം എൽ ടി റൈസ് ടു മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എം എൽ ടി റൈസ് ടു മൈനസ് 2 ആയല്ലോ. ഇനി ഈ ഡയമെൻഷണൽ ഫോർമുലയും ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻ ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ബൈ ഇക്വേറ്റിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല ഈസ് കോൾഡ് ദി ഡയമെൻഷണൽ ഇക്വേഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനെ നമ്മൾ എന്തൊക്കെയായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്? അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. കണ്ടോ? ഇപ്പോൾ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എമ്മും എല്ലും ടിയും കൊടുത്തിട്ട്, വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെലോസിറ്റി അല്ല, ഇവിടെ വോളിയമാണ് ഉദ്ദേശിച്ചത്. വോളിയത്തിൻ്റെയാണ്. വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതെല്ലാം ലെങ്ത്തിൻ്റെ തന്നെ ഡെറിവേറ്റീവ്സ് അല്ലേ? സോ എല്ല് തന്നെയാണ് അല്ലേ? എല്ലാം എല്ല് തന്നെയാണ്. അപ്പോൾ എത്ര എല്ലുണ്ട്? 1 2 3 എൽ ക്യൂബ്. സോ വോളിയം എന്ന് പറയുന്നത് എൽ ക്യൂബ്. എമ്മും ടിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 കൊടുക്കുന്നു. സോ M0, എം റൈസ് ടു 0, എൽ റൈസ് ടു 3, ടി റൈസ് ടു 0 എന്ന് ചോദിച്ചാൽ ഇത് എന്തിൻ്റെയാണ്? വോളിയത്തിൻ്റെയാണ്. ഓക്കെ, അതുപോലെ സ്പീഡിൻ്റെ നമ്മൾ എൽ ടി റൈസ് ടു മൈനസ് 1 ഫുള്ളായിട്ട് ഫോർമുല എഴുതുമ്പോഴത്തേക്ക് എം എൽ ടി മൊത്തം ഇട്ടിട്ട് എമ്മിൻ്റെ മുകളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് 0, എൽ ഉണ്ട്. എൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ 1 എന്നാണ് മീനിങ് കേട്ടോ. റൈസ് ടു 1 എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ 1 അങ്ങനെ കാണിക്കത്തില്ല, എൽ എന്ന് മാത്രമേ എഴുതുള്ളൂ. പിന്നെ ടി റൈസ് ടു മൈനസ് 1. അടുത്ത ഫോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, എം എൽ ടി റൈസ് ടു മൈനസ് 2. പിന്നെ ഇത് വരുന്നത് ഡെൻസിറ്റിയാണ്, റോ, എം എൽ റൈസ് ടു മൈനസ് 3 ടി റൈസ് ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, ഇനി ഡയമെൻഷണൽ അനാലിസിസ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ, നമുക്ക് ഈ ഡയമെൻഷൻസ് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ് ആപ്ലിക്കേഷൻ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷനൊക്കെ നമുക്ക്, ഡയമെൻഷണൽ ഫോർമുലയൊക്കെ നമുക്ക് അറിയാം. പിന്നെ ഇതുകൊണ്ട് എന്താണ് യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഉപയോഗമാണ്. ഒന്ന്, ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ്, ഇക്വേഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്യാം. അതായത് എക്സാമ്പിൾ ഇപ്പം നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. Let us consider an equation half mv square is equal to mgh. Half mv square equal to mgh എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. Where m is the mass of the body, v is its velocity, g is the acceleration due to gravity and h is the height. Check whether the equation is dimensionally correct. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഹാഫ് എം വി സ്ക്വയർ, നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ LHS എന്നും മറ്റേത് റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്നും നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ LHSഉം RHSഉം ഈക്വൽ ആവണം ആണല്ലോ. അപ്പോൾ LHSൽ ആരാണുള്ളത്? നമുക്ക് LHS എടുക്കാം. LHSൽ വരുന്നത് ഹാഫ് MB² ആണ്. അപ്പോൾ നമുക്ക് ഈ ഡയമെൻഷണൽ ഫോർമുല കാണാൻ നേരത്ത് കോൺസ്റ്റൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ നമ്മൾ അതിനെ കളയുക. നമുക്ക് ഈ MV² മാത്രം മതി. മാസ് M എന്ന് പറയുന്നത് മാസ്സാണ്. നമ്മൾ M കൊടുത്തു. അടുത്ത ഡയമെൻഷൻ ആരാണ്? V² അല്ലേ. വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ. അതായത് LT⁻⁻1 ആണ്. സോ ഇവിടെ സ്ക്വയർ ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? LT⁻⁻1ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ML² അല്ലേ. ഈ 2 വെച്ചിട്ട് അകത്തുള്ള എല്ലാവരെയും ഗുണിക്കുക. L² അടുത്ത് T⁻⁻2 ഇത്രേനെ ഒരുമിച്ച് ഒരു ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ LHS കിട്ടി ML² T⁻². ഇനി നമുക്ക് RHS നോക്കാം. RHS എന്ന് പറയുമ്പോൾ ആരാണ്? MGH അല്ലേ ഉള്ളത്. MGH M എന്ന് പറയുമ്പോൾ നമ്മൾ മാസ് M ഇട്ടു. അടുത്ത G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് LT⁻2 ആണ്. സോ ജിയുടെ ഭാഗത്ത് നമ്മൾ LT⁻2 ഇട്ടു. അടുത്ത H എന്ന് പറയുന്നത് ഹൈറ്റ് അല്ലേ, L. ഓക്കെ, ഇത്ര ഇട്ടപ്പോൾ നമുക്കിനി ഒരുമിച്ച് എഴുതാം. ML ഇവിടെയും ഒരാളുണ്ട് ഇവിടെയും ഒരാളുണ്ട് അല്ലേ. ഇപ്പോൾ 2 L ഉള്ളതുകൊണ്ട് L². അടുത്ത T എത്ര പേരാണുള്ളത്? T ഒരാളേ ഉള്ളൂ, സ്ക്വയറിലാണ് കിടക്കുന്നത്, അയാളെ എടുത്തു. അപ്പോൾ ML² T² എന്ന്. ഓക്കെ, നമ്മൾ ആക്സിലറേഷൻ LT⁻2 അല്ലേ ആക്സിലറേഷൻ. ഓക്കെ, ഇവിടെ തെറ്റിപ്പോയി. LT⁻2. അപ്പോൾ നമുക്ക് കിട്ടി Lൻ്റെ 2 പേരുണ്ട് L². Tയിൽ ആരാണുള്ളത്? -2 ആണുള്ളത്. സോ T⁻2. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് നോക്കിക്കേ. LHSൽ കിട്ടിയത് ML² T⁻2. RHSൽ കിട്ടിയതും ML² T⁻2. അപ്പോൾ LHSഉം RHSഉം നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. LHS is equal to RHS. Therefore the equation is എന്താണ്? ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇനി രണ്ടാമത്തേത് ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേഷൻ എടുക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ നേരെ തിരിഞ്ഞ ഭാഗം, ഇതിനെ നേരെ തിരിക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ കറക്റ്റ് ആക്കിയാൽ മാത്രം മതിയായിരുന്നു. ഇങ്ങനെ ഡയമെൻഷണൽ ഫോർമുലയെല്ലാം എഴുതിയിട്ട്. ഇനി ചെയ്യുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഡയമെൻഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റിലേഷനൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു F ഇസ് ഈക്വൽ ടു MA എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, അതുപോലെ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാനും ഈ ഡയമെൻഷണൽ ഫോർമുല ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, consider a simple pendulum having a bob attached to a string that oscillates under the action of the force of gravity. Suppose that the period of oscillation of the simple pendulum depends on its length L, mass of the bob M, and acceleration due to gravity G. Derive the expression for its time period using method of dimensions. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഒരു പെൻഡുലത്തിലുള്ള ബോബിൻ്റെ ചലനം ഉണ്ടല്ലോ, അതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ T കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ T ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ക്യാപിറ്റൽ T എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്തുമായിട്ടും പിന്നെ മാസുമായിട്ടും പിന്നെ എന്താണ് ഗ്രാവിറ്റി ആയിട്ടും ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ലെങ്തും മാസും ഗ്രാവിറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, L, M, G. ഇനി നമുക്കിതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ T എന്ന് പറയുന്നത് നമ്മൾ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഈക്വൽ ടു എന്ന് പറയുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ബന്ധമുണ്ട്, എന്തോ ഒരു ബന്ധത്തിനെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് K ഇട്ടു. എന്നിട്ട് എല്ലിൻ്റെ മേളിൽ വരുന്ന എക്സ്പൊണൻസ് ഒന്നും നമുക്കറിയത്തില്ല. സോ നമ്മളതൊരു X എന്നുള്ള വാല്യൂ കൊടുത്തു. M എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു Y എന്ന വാല്യൂ കൊടുത്തു. അടുത്ത G എന്ന് പറയുമ്പോൾ നമ്മൾ Z എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. ഓക്കെ, Z എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി നമ്മൾ നോക്കുന്നത് ടൈം പീരീഡ് T എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എമ്മിൻ്റെ ഭാഗത്ത് 0യും എല്ലിൻ്റെ ഭാഗത്ത് 0യും T എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഒരാൾ ഉണ്ടല്ലേ, T⁻1. ഇത്രയല്ലേ ടൈം പീരീഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, ഇനി ഇപ്പുറത്ത് നമ്മൾ K ഒന്നും ഇപ്പം നോക്കുന്നില്ല. ഇത് ലെങ്ത് അല്ലേ. ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും L
എൽ. ഓക്കെ. ലെങ്ത് എന്ന് പറയുമ്പോൾ എൽ റേസ് ടു 1 ഇട്ട് നമ്മൾ എക്സ് കൊടുക്കുകയാണ്. അടുത്ത എം. എം എന്ന് പറയുമ്പോഴത്തേക്കും മാസ് ആണ്. സോ എം നമ്മൾ കൊടുക്കുന്നു. എമ്മിലും ഒരാൾ തന്നെയാണ് ഉള്ളത്. അതിനെ നമ്മൾ വൈ എന്ന് കൊടുത്തു. അടുത്ത ജി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ. അപ്പോൾ എൽ ടി റേസ് ടു -2 ദ ഹോൾ റേസ് ടു എന്താണ്? ഇസഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് നീക്കി എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 ദ ഇസ് ഈക്വൽ ടു എന്തൊക്കെ കിട്ടി? എൽ റേസ് ടു 1, അടുത്ത് എം റേസ് ടു എൽ റേസ് ടു 1 എക്സ്. ദാറ്റ് മീൻസ് എൽ റേസ് ടു എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി എൽ റേസ് ടു എക്സ്, എം റേസ് ടു വൈ, അടുത്ത ഇവിടെ എൽ ടി റേസ് ടു -2ന് മുകളിൽ കോമൺ ആയിട്ട് ഇസഡ് ഉണ്ട്. അപ്പോൾ എൽ റേസ് ടു ഇസഡും ടി റേസ് ടു -2 ഇസഡും. ഓക്കെ. ഇത്രയാണ് നമ്മളെ കയ്യിൽ കിട്ടിയത് ആണല്ലോ. അതായത് എല്ലിൻ്റെ ഭാഗത്ത് ആരൊക്കെ ഉണ്ട്? എല്ലിൻ്റെ ഭാഗത്ത് എക്സ്, എമ്മിൻ്റെ ഭാഗത്ത് മുകളിൽ വൈ, പിന്നെ എല്ലിന് ഒരു ഇസഡും കൂടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് ഇസഡ്, എല്ലിന് എക്സ് പ്ലസ് ഇസഡ്, എം വൈ, ടിക്ക് ആരൊക്കെയാണുള്ളത്? -2 ഇസഡ് ആണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇക്വേഷനായിട്ട് നമുക്ക് എന്താ ചെയ്യുക? കമ്പയർ ചെയ്ത് എഴുതാം. ഓക്കെ. എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1. അതിനെ നമ്മൾ കമ്പയർ ചെയ്ത് എഴുതാൻ പോവുകയാണ്. നോക്കിക്കേ. എമ്മിൻ്റെ വാല്യൂ എമ്മിൻ്റെ വാല്യൂവിൽ കിടക്കുന്നത് ഇവിടെ 0യും ഇവിടെ വൈയും. ദാറ്റ് മീൻസ് എമ്മിൻ്റെ വാല്യൂ നോക്കിയാൽ എം റേസ് ടു 0യും വലതുവശത്ത് എം റേസ് ടു വൈ ആണ്. അപ്പം നമുക്ക് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തുകൂടെ? വൈ ഈസ് ഈക്വൽ ടു 0. ഇനി എല്ലിൻ്റെ പോർഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0യും റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് പ്ലസ് ഇസഡും. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് എന്ന് കൊടുക്കാം. ഇനി ടിയുടെ സ്ഥാനത്ത് 1 വിച്ച് ഇസ് ഈക്വൽ ടു -2 ഇസഡ് ആണേ. -2 ഇസഡ്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1/2 എന്ന് കിട്ടി. ഓക്കെ. ഇസഡിൻ്റെ വാല്യൂ -1/2. ഇതിനെ ഞാൻ ഈ ഒരു ഇക്വേഷൻ 1 കൊടുക്കുകയാണ്. ഇസഡിൻ്റെ വാല്യൂ -1/2 എന്ന് കൊടുക്കുകയാണെങ്കിൽ -1/2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +1/2 ആവും. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 1/2 എന്നാണ് എക്സിൻ്റെ വില കിട്ടുന്നത് ആണല്ലോ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇനി റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കാം. എക്സിൻ്റെ വാല്യൂ ഇനി നമ്മൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇക്വേഷനിലോട്ട് കൊടുക്കുക. ഇതാണ്ടേ, നമ്മൾ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്. ടി ഈസ് ഈക്വൽ ടു ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങി വന്നത്. ഇപ്പം നമ്മളെ കയ്യിൽ എക്സും ഇസഡും വൈൻ്റെയൊക്കെ വാല്യൂ ഉണ്ട്. അപ്പോൾ തുടങ്ങിക്കോ. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്തൊക്കെയാണ്? എൽ റേസ് ടു എക്സ്. എൽ റേസ് ടു എക്സ് എന്ന് പറയുമ്പം ഹാഫ്. അടുത്ത എം റേസ് ടു വൈ. എം റേസ് ടു വൈൻ്റെ വാല്യൂ 0. അടുത്ത ജി റേസ് ടു ഇസഡ് ആണല്ലേ. അപ്പോൾ ജി റേസ് ടു ഇസഡ് എന്ന് പറയുമ്പോൾ -1/2 ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു എന്തെഴുതാണ്? കെ ഇൻറ്റു ഏതൊരു ലെറ്ററിൻ്റെ മുകളിലും 0 ആണെങ്കിൽ, പവർ 0 ആണെങ്കിൽ അത് 1 എന്നല്ലേ ആവുന്നത്. സോ നമ്മൾ ഈ ഒരു ടേമിനെ കളയാണ്. എം റേസ് ടു 0 ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം എഴുതുകയാണ്. എൽ റേസ് ടു 1/2ഉം ജി റേസ് ടു -1/2 ആണല്ലോ. ഇനി ഇത് ഇത്രയും നമ്മുടെ ടൈം പീരീഡിൻ്റെ റിലേഷനാണ്. അപ്പോൾ നമുക്കിനി കിട്ടുകയാണ് ഈ കോൺസ്റ്റൻറ്റിന് 2π എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. ഈ എൽ റേസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ ആണ്. അടുത്ത് ഇത് ജി റേസ് ടു -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ റൂട്ട് ജി ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ടൈം പീരീഡിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിരുന്നു? ലെങ്ത്തും മാസും ജിയും ആയിട്ട് റിലേറ്റ് ചെയ്തിരുന്നു. അതിനെ നമ്മൾ റിലേഷൻ അറിഞ്ഞിടാത്തതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്ത് ഇക്വേറ്റ് ചെയ്തിട്ടാണ് താഴെ വന്നത്. അവസാനം നമ്മൾ കോൺസ്റ്റൻറ്റിന് ഒരു വാല്യൂ കൊടുക്കുന്നു, 2π എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കിട്ടി. കെ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഓക്കെ. ഇതാണ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇങ്ങനെ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് 2 തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. രണ്ടാമത്തേത് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് അതിൻ്റെ റിലേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോക്കാം.
വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ഫിസിക്കൽ ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഡയമെൻഷൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. സോ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും ആണ്. ദാറ്റ് മീൻസ് എൽ സ്ക്വയറും ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോഴത്തേക്കും മാസ് 0യും എൽ സ്ക്വയറും ടി 0യും. സോ m⁻²0 l⁻²2 t⁻0 ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. അതുപോലെ വോളിയം നോക്കുക, m⁻0 l³ t⁻0. പിന്നെ മാസ് ഡെൻസിറ്റി m l⁻³ t⁻0. ഫ്രീക്വൻസി 1/t ആണ് അല്ലേ. ദാറ്റ് മീൻസ് m⁻0 l⁻0 t⁻1. പിന്നെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇമ്പൾസ്, വർക്ക്, എനർജി, പവർ, മൊമെൻറ്റം, ഇതൊക്കെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ എന്ത് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. ആ ഒരു തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തൊക്കെയായിട്ടാണ് അവർ റിലേഷൻഷിപ്പ്, ഏതൊക്കെ ഡയമെൻഷൻസുമായിട്ടാണ് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷണൽ ഫോർമുലയിൽ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു 10-80ഓളം ഡയമെൻഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. സോ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഇപ്പോൾ പറഞ്ഞത്. ബാക്കിയെല്ലാം നമ്മൾ സ്ക്രീൻഷോട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടെലഗ്രാം ഗ്രൂപ്പ് യശോദ എജു പ്ലാറ്റ്ഫോമാണ്. അതിലോട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു 80ഓളം റിലേഷൻസ് പറഞ്ഞല്ലോ, ഡയമെൻഷണൽ ഫോർമുല, അത്രയും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.